ഇവിടെ എം മണി നടത്തിയ പ്രസംഗത്തിനെതിരെ കേസ് വന്നാലോ, വലിയ കോലാഹലമുണ്ടായല്ലോ. എം നടത്തിയ പ്രസംഗത്തിനെതിരെ CPM അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്തല്ലോ. ഇവിടെ വേണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പരസ്യം. ഇവിടെ അബ്ദുൽ നാസർ മദനിയും ഇവിടുത്തെ ഭീകരവാദ സംഘടനകളും ഉയർത്തിയ മുദ്രാവാക്യം എല്ലാം ഇത് തന്നെയാണ്. ചെറുത്തു നിൽക്കണമെന്നതാണ് മുദ്രാവാക്യം. ആ ചെറുത്തുനിൽപ്പിൻ്റെ അർത്ഥം എതിരാളികളെ കൊല ചെയ്യുക എന്ന് പറയുന്നത് വരുമ്പോൾ, ഇതുപോലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് വരുമ്പോൾ കേരളം ആശങ്കയിലാണ്. ഈ 46 ദിവസത്തിനുള്ളിൽ 48 കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു. ആശങ്കപ്പെടുകയാണ് കേരളം. കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ നിലപാടുകളെ ഇങ്ങനെ നേരിടുകയാണ് CPM എങ്കിൽ ഇത് CPIM-ഉം BJPയും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ കൊലപാതകത്തിന് രണ്ട് പാർട്ടികൾ നിൽക്കുന്ന നിലപാടുകൾ വല്ല വ്യത്യാസമുണ്ടോ? രണ്ടുപേരും പറയുന്നത് ചെറുത്തുനിൽപ്പാണ്. ഈ ഒരു രാഷ്ട്രീയ നിലപാടുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ലെങ്കിൽ ജനാധിപത്യ കേരളം വലിയ വില നൽകേണ്ടി വരും. ഇവിടെ വേണ്ടത് ശരിക്കും കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ ഇതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ശരി, ഞാൻ ഇടപെടുകയാണ്. മധുസൂദനൻ, ഈ പ്രസംഗം പ്രകോപനപരമാണ് എന്നാണ് BJPയും കോൺഗ്രസും പറയുന്നത്. സായുധ കലാപത്തിന് സ്വന്തം അണികളെ ആഹ്വാനം ചെയ്യുകയാണ് എന്നാണ് കുമ്മനം രാജശേഖരൻ പറഞ്ഞത്. VM സുധീരൻ പറയുന്നത് അക്രമത്തിന് പ്രേരിപ്പിക്കുന്നവർ ആരായാലും അവർ നിയമത്തിന് മുന്നിൽ കുറ്റവാളികളാണ്, അതുകൊണ്ട് കോടിയേരിക്കെതിരെ നിയമ നടപടി വേണം എന്നാണ്. കോടിയേരി ആരെയും ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമതൊരു കാര്യം, ജൂലൈ 11 രാത്രി 10 മണിക്കാണ് ധനരാജ് കൊല ചെയ്യപ്പെടുന്നത്. ഇവിടെ BJPയുടെ നേതാവ് പറഞ്ഞു, പയ്യന്നൂരും പരിസരങ്ങളിലും പല ആളുകളുടെയും കാലില്ല, കൈയില്ല, വീടുകൾ ആക്രമിച്ചു, കടകൾ ആക്രമിച്ചു. ഒരൊറ്റ കേസ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ MT രമേശനെ വെല്ലുവിളിക്കുക. ആരുടെ വീട് ആക്രമിച്ചു? ആർക്കാ പരിക്ക് പറ്റിയത്? പയ്യന്നൂർ പരിസരങ്ങളിലും ഒരു സംഭവം നടന്നിട്ടില്ല, ഒരു അക്രമ സംഭവം നടന്നിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് 156 ബൂത്തുണ്ട് ഇവിടെ. എവിടെയാണ് ഒരു കേസ് വന്നിട്ടുള്ളത്, ഒരു അക്രമ സംഭവം വന്നിട്ടുള്ളത്? BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ബൂത്ത് എന്ന് പറയുന്നത് കുന്നൂർ ലോക്കലിനകത്തെ കുന്നൂർ പ്രദേശത്തെ ഈ മൊട്ടക്കുന്നും വെട്ടിക്കുളവും അടക്കമുള്ള ഇവരുടെ ക്രിമിനലുകൾ താവളമാക്കിയിട്ടുള്ള സ്ഥലത്താണ്. അവിടെ അവർക്ക് വോട്ട് കൂടുന്നില്ല, പക്ഷേ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വോട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. എവിടെയും ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, ഒരു ചെറിയ അക്രമ സംഭവം പോലും പയ്യന്നൂർ ഉണ്ടായിട്ടില്ലല്ലോ. ധനരാജൻ ഏതെങ്കിലും കൊലക്കേസ് പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മറ്റേതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ? സാധാരണഗതിയിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് നേരെയുള്ള കേസിലല്ലാതെ ധനരാജൻ വേറെ ഏതിലാണ് പെട്ടിട്ടുള്ളത്? ധനരാജന് വലിയ ക്രിമിനലായിട്ടൊക്കെ ഇവർ ചിത്രീകരിക്കുന്നുണ്ടല്ലോ. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ട് വീട്ടിൽ വെച്ച് വെട്ടി നുറുക്കി കൊന്നിട്ട് ഇവിടെ പയ്യന്നൂർ കലാപമാണ്, ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ക്രൂരമായിട്ടുള്ള നിലപാടാണ്. ഇവിടെ ചില ആളുകൾ ചാരിത്ര പ്രസംഗം നടത്തുകയാണല്ലോ. കോടിയേരി എന്തോ പറഞ്ഞിരിക്കുന്നു, അക്രമത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. ഞാൻ സുധാകരനോടൊന്നും മറുപടി പറയാനേ അല്ല ഉദ്ദേശിക്കുന്നത്. സുധാകരനടക്കം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആരാക്രമത്തിന് തുടക്കമിട്ടത് നിങ്ങൾ പറയൂ. ആരാക്രമത്തിന് തുടക്കമിട്ടത്? RSSകാരല്ലേ കൊന്നത്? RSSകാരല്ലേ കൊല്ലിക്കുന്നത്? അപ്പോൾ ഉത്തരവാദി RSSും സംഘപരിവാരും അല്ലേ? അത് തുറന്നു പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കുമോ? ആ തെറ്റ് ആരാണ് ചെയ്തത് എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ പറയുമോ? എന്താ കോടിയേരി പറഞ്ഞത്? കോടിയേരി ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കോടിയേരി പറഞ്ഞിട്ടുള്ള വാക്ക് അടിവരയിട്ടിട്ട് ഞങ്ങൾ പറയാണ്, ആക്രമിക്കാൻ വന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങോട്ടേക്ക് കയറി ആക്രമിക്കാൻ വന്നാൽ വന്നതുപോലെ അങ്ങനെ പോകുന്നത് ശരിയല്ല. ഓരോ ഗ്രാമവും പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ആ നിലയിലുള്ള നിലപാട് ഉയർത്തിക്കൊണ്ടുവരണം. വീട് ആക്രമിക്കാൻ പാടില്ല, കടകൾ ആക്രമിക്കാൻ പാടില്ല. നാട്ടിൽ സമാധാനമാണ് വേണ്ടത്. സമാധാനം തകർക്കുന്നതിന് അതിന് മുൻകൈയെടുത്ത് അക്രമത്തിനായിട്ട് വന്നാൽ അവരെ പ്രതിരോധിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഇത് കോൺഗ്രസ്സുകാരോടോ RSSകാരോടോ ഒന്നും അല്ലല്ലോ കോടിയേരി പറഞ്ഞത്. കോടിയേരി പറഞ്ഞത് CPMൻ്റെ ഒരു പൊതുയോഗത്തിലാണ്. ആ പൊതുയോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അത്രയും ശരി തന്നെയാണ്. കാരണം ഞങ്ങളുടെയൊന്നും ജീവൻ ഇങ്ങനെ ആർക്കെങ്കിലും മുമ്പിൽ കൊണ്ടിട്ട് കൊടുക്കേണ്ടതല്ല എന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് കേരളത്തിലെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവ്, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി, CPIMൻ്റെ പൊതുയോഗത്തിൽ പറയേണ്ട കാര്യം മാത്രമേ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, അതും നിങ്ങൾ തന്നെ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, നിങ്ങളുടെ കേഡർമാർ ആത്മരക്ഷയ്ക്ക് സ്വയം നിയമം കയ്യിലെടുക്കണമെന്ന ആഹ്വാനമല്ലേ? നിങ്ങളെ
അക്രമത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിന് പോകുന്നത്? ന്യായമായിട്ടുള്ള ചോദ്യമാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, പെട്ടെന്ന് നാട്ടിലേക്ക് ആയുധങ്ങളുമായിട്ട് ഒരു സംഘം ആളുകൾ വരുന്നു. അപ്പോൾ ക്രമസമാധാനം നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിനെ വിളിച്ചാൽ ജീവൻ ബാക്കി ഉണ്ടാവുമോ? പ്രതിരോധിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാട്ടിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണം എന്നല്ലേ? അത് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ? അത് പറയാതിരുന്നാൽ നാട്ടിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുമോ? ആർക്കും എന്തും എവിടെയും വന്ന് ചെയ്യാലോ? പോലീസിനെ കാത്തു നിന്നിട്ട് നാട്ടിലെ ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കാത്തൊരു നില വന്നു കഴിഞ്ഞാൽ എന്താ സമൂഹം ചെയ്യേണ്ടത്? അതല്ലേ കോടിയേരി പറഞ്ഞിട്ടുള്ളൂ. അത് ക്രമസമാധാനം പാലിക്കേണ്ട പോലീസിനെ മാറ്റി നിർത്തിയിട്ട് CPM ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണമെന്നൊന്നും കോടിയേരി പറഞ്ഞിട്ടില്ലല്ലോ. ആക്രമിക്കാൻ വന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ജനങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു നില വരുമ്പോൾ പ്രതിരോധത്തിൻ്റെ വഴി ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. അതിൻ്റെ മുന്നിൽ പോലീസ് ഉണ്ടെങ്കിൽ പിന്നെ ജനങ്ങൾ ഇറങ്ങില്ലല്ലോ. പോലീസ് ഉണ്ടെങ്കിൽ ഈ അക്രമികൾ വരുമോ? അപ്പോൾ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് നിലപാട്. കോൺഗ്രസ് ഐക്കാരോട് ഞങ്ങൾക്ക് വളരെ ബഹുമാനത്തോടു കൂടി പറയാനുള്ളത്, നിങ്ങൾ ഓരോ പ്രസ്ഥാനത്തിന്റെയും നിലപാടിനെ വെച്ചിട്ട് വേണം കാര്യങ്ങൾ അംഗീകരിക്കാൻ. വിശദീകരിക്കുന്നുണ്ട് കോടിയേരി. അതിന് നമുക്ക് കായികമായ പരിശീലനം വേണ്ടതുണ്ട്. വരുന്നവർ ആക്രമിച്ചാൽ ആ വന്ന രൂപത്തിൽ തന്നെ തിരിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങോട്ട് വന്ന് കൊല്ലാനാണെങ്കിൽ കൊന്നു കഴിഞ്ഞുവെങ്കിൽ അങ്ങോട്ടും കൊല്ലണം. ഒന്നുമല്ല കോടിയേരി പറഞ്ഞത്. കോടിയേരി കൃത്യമായിട്ട് പറഞ്ഞു, എല്ലാ മാധ്യമങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ, പ്രവർത്തകരെ ജീവിക്കാൻ അനുവദിക്കാതെ RSS അക്രമം നടത്തുകയാണ്. പ്രവർത്തകരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് പാർട്ടി പ്രവർത്തകന്മാർ പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഉദ്ധരിക്കാം. ശത്രുവർഗത്തിന്റെ ആക്രമണത്തെ നേരിടാനുള്ള സംവിധാനം ഓരോ പ്രദേശത്തും ഉണ്ടാകണം. എന്താണ് ആ സംവിധാനം? ശ്രീ മധുസൂദനൻ വിശദീകരിക്കണം. കാരണം ആ സംവിധാനത്തിന്റെ സ്വഭാവം പിന്നെ എന്താണ് എന്ന സൂചന അടുത്ത വാചകത്തിലുണ്ട്. ഒരു നിമിഷം. നമ്മളെ ആക്രമിച്ചാൽ ആക്രമിക്കാൻ വന്ന ഒരാളും വന്ന പോലെ തിരിച്ചു പോകാൻ പാടില്ല എന്ന് എല്ലാ പ്രദേശത്തും ഉറപ്പുണ്ടാക്കണം. അതിന് സാധിക്കത്തക്ക വിധത്തിലുള്ള കരുത്ത് ഓരോ പ്രദേശത്തും വേണം. എന്താണ് ആ കരുത്ത്? എന്താണ് ആ സംവിധാനം? പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. ഒരു ഗ്രാമത്തിലേക്കും അക്രമികൾ കയറി വരാൻ പാടില്ല. അവിടെ അങ്ങനെ വന്നിട്ട് ആരെയും കൊന്ന് കൊലവിളി നടത്തിയിട്ട് പോകാനുള്ള സ്ഥിതി ഉണ്ടാവരുത്. ജനങ്ങൾ അണിനിരക്കണം, ഗ്രാമം അണിനിരക്കണം എന്നാണ് കോടിയേരി പറഞ്ഞത്. ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഇത്തരമൊരു അക്രമത്തിനെതിരായിട്ട് അണിനിരക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമാധാനം സംരക്ഷിക്കുന്നതിന് ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. ഒരാളും വന്നതുപോലെ ആ കാര്യം തന്നെയാണ് കോടിയേരി പറഞ്ഞിട്ടുള്ളത്. അതിലെന്താ തെറ്റുള്ളത്? ഒരാളും വന്ന പോലെ തിരിച്ചു പോകാൻ പാടില്ല. വന്ന പോലെ തിരിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആക്രമിക്കാൻ വന്നിട്ടുള്ളവർ അവർ ഉദ്ദേശം നടത്തിയിട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവരുത്. അതാണ്. എന്ന് വെച്ചാൽ ആക്രമിക്കാൻ വന്നിട്ടുള്ളവർ അക്രമം നടത്തി പോകുന്ന സ്ഥിതി ഉണ്ടാവരുത്. അവരെ പ്രതിരോധിക്കണം എന്നല്ലേ തന്നെയാണ്. അവരാരെയും കൊന്നിട്ട് കൊലവിളി നടത്തിയിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അല്ലല്ല, ഇപ്പൊ താങ്കൾ പറയുകയുണ്ടായി പോലീസ് ഈ അക്രമികൾ വരുന്നത് കാത്തിരിക്കുകയാണോ, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ കാവലുണ്ടാകുമോ എന്ന്. നിങ്ങളുടെ ഈ ഗ്രാമം മുഴുവൻ ഏത് നിമിഷവും ഇങ്ങനെ അക്രമി സംഘങ്ങൾ വന്നേക്കാമെന്ന് പറഞ്ഞ് ജോലിയൊന്നും വേണ്ട എന്ന് വെച്ച് സ്വയം സജ്ജരായി ഈ വരുന്നവരെ വരുന്ന രൂപത്തിൽ വിടേണ്ടതില്ല എന്ന ഏകവ്രതത്തോടെ ഇരിക്കുമോ? അങ്ങനെയാണോ? അതൊക്കെ ഒരു സാങ്കല്പികമായ ചോദ്യമല്ലേ? പോലീസിനെ പറ്റി താങ്കൾക്ക് പറയാമല്ലോ, അത് സാങ്കല്പികമെന്ന് പറയുന്നില്ലല്ലോ. വെല്ലുവിളികളെ പോലീസിനെ പറ്റി താങ്കൾ പറയുന്നുണ്ടല്ലോ, അത് സാങ്കല്പികമാണെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്താൻ പറ്റുമോ? ഇന്നത്തെ ഒരു സമൂഹത്തിൽ സാധിക്കുന്നൊരു കാര്യമാണോ? അല്ല, അതുപോലെ മുഴുവൻ ജനങ്ങളും ഇടപെടുന്നുണ്ട്. ജാഗ്രതയോടെ ഉണർന്നിരിക്കുമോ? ഈ വരുന്നവരെ അവരിനി കൊല ചെയ്യാനാണ് വരുന്നത് എങ്കിൽ ആ ഉദ്ദേശം സാധിപ്പിക്കാതെ മടക്കി വിടുക എന്ന നിലയിൽ മുഴുവൻ സമയവും നിങ്ങൾ ജാഗ്രതയോടെ ഉണ്ടാകുമോ? ആ സംവിധാനമാണോ കോടിയേരി ഉദ്ദേശിച്ചത്? CPIM ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ RSSന്റെ നിലപാട് മിന്നൽ ആക്രമണം നടത്തി ഭീതി ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. ശരി, അതുകൊണ്ട് ശ്രീ മധുസൂദനൻ, അതുകൊണ്ട് ജനങ്ങളുടെ ഗ്രാമങ്ങളിൽ ജനങ്ങൾ ഈ അക്രമകാരികളെ മനസ്സിലാക്കി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലയിലേക്ക് ഉയർന്നു വരണം. ജനങ്ങളുടെ സംഘടിത ശക്തിക്ക് മാത്രമേ ഇത്തരം ഒറ്റപ്പെട്ട ശക്തികളെ
സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുള്ളൂ. ജനങ്ങളുടെ സംഘടിത ബോധത്തെയാണ് കോടിയേരി ഉയർത്തിക്കാട്ടി. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ കെ സുധാകരൻ, ഇവിടെ താങ്കൾ പറയുകയുണ്ടായി ഈ ധനരാജൻ വലിയ ക്രിമിനലാണ് എന്ന്. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് കാപ്പ ചുമത്തി അദ്ദേഹത്തെ അകത്തിട്ടിട്ടുണ്ട് 6 മാസം. എത്ര വലിയ കുറ്റങ്ങളാണ് പൊതുപ്രവർത്തകൻ കൂടിയായ കോടിയേരിയുടെ നോട്ടത്തിൽ ഉശിരൻ കേഡറായ ധനരാജിൻ്റെ മേൽ നിങ്ങൾക്ക് ചുമത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ധനരാജ് ഒരു കുറേ കേസ് ക്രിമിനൽ കേസിൻ്റെ അദ്ദേഹം പ്രതിയാണല്ലോ. ഒരു കാപ്പ ചുമത്തണമെങ്കിൽ മിനിമം എത്ര കേസ് വേണമെന്ന് കണക്കില്ലേ? അപ്പോൾ കേസില്ലാതെ ചുമത്തിയാൽ ആ കാപ്പയെ ചോദ്യം ചെയ്യാലോ. അങ്ങനെ ചോദ്യം ചെയ്ത കാപ്പേൻ്റെ കഥയിൽ തടവുകാർ വിട്ടയച്ചിട്ടില്ലേ? ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ പറയുന്ന നിയമാനുസൃതമായ കുറ്റകൃത്യം ചെയ്ത ഒരാളാണ് ധനരാജ് എന്ന് CPM പാർട്ടിയും ധനരാജും തന്നെ അംഗീകരിച്ച വസ്തുതയല്ലേ? അത് പിന്നെ അതിനകത്തൊരു റീ ഓപ്പണിങ്ങിൻ്റെ ചാൻസ് എന്തായിട്ടുള്ളത്? ഒരു ചാൻസും ഇല്ല. അദ്ദേഹം കാപ്പയിൽ ജയിലിൽ കിടന്ന ആള് എന്ന് പറയുന്ന കാര്യം 3 തവണയാണ് ധനരാജനെ കൊലപ്പെടുത്തുവാൻ ബിജെപിയും ആർ എസ് എസും 3 തവണ ധനരാജനെ കൊലപ്പെടുത്താൻ തുനിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇത് 4ാമത്തെ തവണയാണ് ഈ ശ്രമം. അതിലവർ വിജയിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ധനരാജനെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താനുള്ള സഹായം നിങ്ങൾ BJP RSS നേതൃത്വത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു. അതിന്റെ ഭാഗമായാണ് കാപ്പ ചുമത്തി ധനരാജനെ അകത്തിട്ടത് എന്നാണ്. ഈ സർക്കാർ വരുമ്പോൾ BJPക്കും RSSനും അറിയാം എന്തായാലും കാപ്പ ചുമത്തി ധനരാജനെ പിടിച്ചകത്തിടില്ല. അപ്പോ വകവരുത്തി. ധനരാജന്റെ കൊലപാതകത്തെ ഞാൻ അപലപിക്കുന്നു അതിശക്തിമത്തായി. ഞാൻ പറഞ്ഞില്ലേ, പയ്യന്നൂരിൽ ഈ 2 കൊലപാതകം തുടങ്ങി വെച്ചത് BJP ആണ്. ഞാൻ നേരത്തെ മധുസൂദനൻ പറഞ്ഞില്ലേ, ഞാനതിനെ അപലപിക്കുന്നു. ധനരാജനെ ആദ്യം പോയി കൊല്ലുന്നത് BJP ആണ്, തുടക്കം കുറിച്ചത് BJP ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJP ഇപ്പോൾ ശരിക്കും ഒരു നാണയത്തിന്റെ 2 വശം പോലെ CPM BJP നിൽക്കുകയാണ്. പക്ഷേ അതിന് ഞാൻ മധുസൂദനോട് ചോദിക്കുന്നത്, അദ്ദേഹം വളരെ പക്വമതിയായ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ അവിടെ ചെയ്തത് പ്രതികാരം ചെയ്തെന്താ? കോടിയേരി പറഞ്ഞതുമല്ലല്ലോ ചെയ്തത്. അവിടെ നിങ്ങൾ കൊന്നതാരെ? കൊന്നത് രാമചന്ദ്രനാണ്, BJPയുടെ. രാമചന്ദ്രൻ ഏതെങ്കിലും കേസ് പ്രതിയാണോ? ഈ സംഭവമായിട്ട് ബന്ധമുണ്ടോ? വന്നവരെ തിരിച്ചയക്കരുത് എന്ന് കോടിയേരി പറഞ്ഞ